പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിക്കും തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾക്കും മേൽ നിയമത്തിൻ്റെയും അല്ലാതെ പൊതുജനങ്ങളുടെ മേലും നിന്നുള്ള കുരുക്കുകൾ മുറുകുകയാണ്. പല വാർത്തകളും തത്വമയി ന്യൂസ് ഇതിനോടകം പ്രേക്ഷകരുമായി പങ്കുവെച്ച് കഴിഞ്ഞു. പ്രധാനമായിട്ടുള്ള പ്രശ്നം മമതാ ബാനർജിയുടെ നിയമബിരുദത്തെ സംബന്ധിച്ചതാണ്. നിയമബിരുദത്തെക്കാൾ ഉപരി നിയമം ഒരു അഭിഭാഷകയായി പ്രാക്ടീസ് ചെയ്യുവാനുള്ള ലൈസൻസ് അവർക്ക് നിയമപരമായി മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുമ്പോൾ അത് ബാർ അസോസിയേഷനിൽ സറണ്ടർ ചെയ്യണം. അത് മുഖ്യമന്ത്രി സ്ഥാനത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഔദ്യോഗിക പദവികളിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ആ ലൈസൻസ് വീണ്ടും ലഭിക്കുവാൻ അപ്ലൈ ചെയ്ത് ഒരു ദീർഘകാലമായിട്ടുള്ളൊരു പ്രക്രിയയാണത്. അതവർ പാലിച്ചിട്ടുണ്ടോ എന്ന് ബാർ അസോസിയേഷൻ പരിശോധിക്കുകയാണ്. ഇപ്പോൾ അങ്ങനെ അവർ ചെയ്തിട്ടില്ല എങ്കിൽ അല്ലാതെ ഈ ലൈസൻസിൻ്റെ ഒരു സാധുത ഇല്ലാതെയാണ് അവർ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പശ്ചിമ ബംഗാൾ ഹൈക്കോടതിയിലെത്തിയത്, അതിനു മുൻപ് സുപ്രീം കോടതിയിലെത്തിയതെങ്കിൽ അവരുടെ മേലുള്ള നിയമക്കുരുക്കുകൾ വളരെ ഗുരുതരമായി തന്നെ മുറുകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൂടാതെ അവരുടെ അനന്തരവനായിട്ടുള്ള അഭിഷേക് ബാനർജിയുടെ മേൽ അമിത്ഷായെ ഉൾപ്പെടെയുള്ളവരെ ഭീഷണിപ്പെടുത്തിയതിൻ്റെ പേരിലുള്ള FIR രജിസ്റ്റർ ചെയ്യപ്പെട്ട് കഴിഞ്ഞു. മുൻകാലങ്ങളിൽ പ്രത്യേകിച്ച് 2021 തിരഞ്ഞെടുപ്പിന് ശേഷം പശ്ചിമ ബംഗാളിൽ അങ്ങോളം ഇങ്ങോളം അരങ്ങേറിയ അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നിരവധി തൃണമൂൽ കോൺഗ്രസ്സുകാരെ പ്രതിപട്ടികയിൽ ചേർത്ത് അന്വേഷണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. RG കാർ ഹോസ്പിറ്റലിലെ ക്രൂരമായ ബലാത്സംഗ കേസ്, ആ പെൺകുട്ടി കൊല്ലപ്പെട്ടതിനെ തുടർന്നുണ്ടായ സംഭവങ്ങൾ എല്ലാവർക്കും ഓർമ്മ കാണും. അതിൻ്റെ പശ്ചാത്തലത്തിൽ 3 IPS ഉദ്യോഗസ്ഥന്മാർ ഇന്ന് ഇക്കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്യപ്പെട്ടു. ഇതെല്ലാം ഒരു വശത്ത് നിലനിൽക്കെ മറുവശത്ത് നടുറോട്ടിലുള്ള നിസ്കാരമെല്ലാം നിരോധിച്ചുകൊണ്ട് മമതാ ബാനർജിയുടെ സർക്കാർ ഒരു പ്രത്യേക വിഭാഗത്തിന് അനുവദിച്ചിരുന്ന അനധികൃതമായ ആനുകൂല്യങ്ങൾ ഓരോന്നായി എടുത്തു മാറ്റി അനധികൃതമായ നിർമ്മാണങ്ങളെല്ലാം ബുൾഡോസറുകൾ ഉപയോഗിച്ച് പൊളിച്ച് കളഞ്ഞ് ഞങ്ങളുടെ അവകാശമാണ്, ഞങ്ങളുടെ ആചാരമാണ് നടുറോഡിലെ നിസ്കാരമെന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയവരെ കൃത്യമായി കൈകാര്യം ചെയ്ത് തിരികെ അയച്ച് ഇനി വരാത്ത വണ്ണം തിരികെ അയച്ച് പോലീസും ഒരു വശത്ത് കൃത്യമായി ക്രമസമാധാനം പാലിച്ച് നിയമം നടപ്പാക്കുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ വലിയൊരു കുരുക്ക് സുവേന്ദു അധികാരി ഈ അടുത്തയിടയിൽ മമതാ ബാനർജിക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. നന്ദിഗ്രാം എന്ന പ്രദേശം ബംഗാളിനെ സംബന്ധിച്ച് ചരിത്രപരമായ പ്രാധാന്യമുള്ളൊരു പ്രദേശമാണ്. ബംഗാളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നൗഖാലി, നന്ദിഗ്രാം, സന്ദേശ് ഖാലി, മാരിജാപ്പി തുടങ്ങിയ എല്ലാ പ്രദേശങ്ങളും, കൽക്കട്ട തുടങ്ങി ഇത്തരത്തിലുള്ള പ്രദേശങ്ങളെല്ലാം തന്നെ ചരിത്രത്തിൽ ഇടം നേടിയ, പല കാര്യങ്ങൾ കൊണ്ട് ചരിത്രത്തിൽ ഇടം നേടിയ, പക്ഷേ ഞാനീ പറഞ്ഞ പേരുകളെല്ലാം രക്തപങ്കിലമായ ചരിത്രം കൊണ്ട് ഭാരതത്തിൻ്റെ ഇരുണ്ട കാലഘട്ടത്തിൻ്റെ ചരിത്രത്തിൽ ഇടം നേടിയ പ്രദേശങ്ങളാണ്. അതിൽ തന്നെ ഏറ്റവും പുതുമയോടെ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത കാലത്ത് ആളുകളുടെ മനസ്സിലൊരു ക്രൂരകൃത്യം അരങ്ങേറിയ പ്രദേശമെന്നുള്ള രീതിയിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമാണ് നന്ദിഗ്രാം.